മെറിറ്റ് അട്ടിമറിച്ച് സ്വകാര്യ നഴ്സിംഗ് കോളേജ് സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തിയതിൽ കോടതിയെ സമീപിക്കാൻ ആരോഗ്യവകുപ്പ് ഒരുങ്ങുന്നു. 22 സീറ്റിൽ അഡ്മിഷൻ നടത്തിയ വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ശ്രീ അയ്യപ്പ കോളേജിനെതിരെ അന്വേഷണം വേണമെന്ന നഴ്സിംഗ് കൗൺസിൽ യോഗത്തിലും ആവശ്യമുയർന്നു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ഉമേഷാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് ഇതിൻ്റെ? സർക്കാർ ശ്രീ അയ്യപ്പ കോളേജ് 22 സീറ്റിൽ സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തിയിരുന്നു. ഇതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി തങ്ങൾക്ക് 22 സീറ്റ് അനുവദിച്ചു തന്നു എന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ശ്രീ അയ്യപ്പ കോളേജ് മെറിറ്റിൽ അഡ്മിഷൻ നടത്തേണ്ട 22 സീറ്റ് സ്വന്തമാക്കിയത് എന്നാണ് ആരോഗ്യവകുപ്പ് വാദം. ഈ വാദം ഹൈക്കോടതിയിൽ ഉന്നയിക്കും. കാരണം ഹൈക്കോടതിയാണ് അവർക്ക് 22 സീറ്റിൽ അങ്ങനെയെങ്കിൽ അവർ സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തുടർന്ന് പോകട്ടെ എന്നുള്ള നിർദ്ദേശം നൽകിയത്. അത് അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിലും അന്തിമ വിധി വരുന്നതുവരെ അതിൽ തീരുമാനമുണ്ടാകില്ല. അപ്പോൾ 22 സീറ്റിൽ പ്രവേശിക്കുന്ന കുട്ടികൾക്ക് അവരുടെ അഡ്മിഷൻ റെഗുലറൈസ് ആകില്ല എന്നുള്ള വിധിയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് ആ 22 സീറ്റിലെ അഡ്മിഷൻ അത് അസാധുവാക്കണമെന്നുള്ള നിലപാടാണ് ആരോഗ്യവകുപ്പിനുള്ളത്. എന്തായാലും ആരോഗ്യവകുപ്പ് ഹൈക്കോടതിയെ സമീപിക്കും. അതേസമയം മേഴ്സി കോളേജിലെ 30 സീറ്റ് വർദ്ധിപ്പിച്ച 30 സീറ്റ് സർക്കാർ റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ മേഴ്സി കോളേജും കോടതിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജിനെതിരെ ആരോഗ്യവകുപ്പ് കോടതിയിൽ പോകും എന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്.